الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وبن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളവറ്റ റബ്ബിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിവിധ തലങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മളറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ കടന്നു പോകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. രോഗവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലായ ഒരു രോഗിയോടുള്ള സമീപനം അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച് കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ലേശങ്ങളേറെ സഹിച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് മക്ക ജീവിതത്തിൻ്റെ ഒരു 13 കൊല്ലത്തിൻ്റെ ഒരു ക്ലേശകരമായ പ്രബോധനം, 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ, പിന്നെ ചരിത്രം വഴിമാറി ഒഴുകിയ ഹിജ്റ എന്ന് പറയുന്ന ഒരു യാത്ര, പാലായനം എന്ന് പറയും. നാടും വീടും വിട്ട് മറ്റൊരു നാട്ടുകാർ അഭയം നൽകുന്ന അപൂർവമായ ഒരു അനുഭൂതി. പാട്ടുപാടി ഖുബാ പള്ളിയുടെ സമീപത്ത് മദീനയിലെ പെൺകുട്ടികൾ സ്വീകരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. തല അൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാ എന്ന് നമ്മളത് കേൾക്കാറുണ്ട്. അത്ര ഹൃദ്യമായ ഒരു രംഗം. പറന്നു വീണ നാട്ടുകാർ ജീവനും തലക്കും വില പറഞ്ഞപ്പോൾ മറ്റൊരു നാട്ടുകാർ എല്ലാം കൊണ്ടും ഏറ്റുവാങ്ങുന്ന ഒരു സന്ദർഭം. അവിടുത്തെ പെൺകുട്ടികൾ മനോഹരമായി പാട്ടുപാടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചപ്പോൾ മൻ അൻതുന്ന യാ ബനാത്ത്, അല്ല മക്കളെ നിങ്ങൾ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, നഹ്നു ബനാത്തുൻ മിൻ ബനിൻ നജ്ജാരി
യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാർ ഖബീലയിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കൊരയൽക്കാരൻ ഇനി വരാൻ പോകുന്നു. ആ അയൽക്കാരൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞങ്ങളേറെ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസ്മയത്തോടു കൂടി അവരുടെ ആ ഭാഷണം കേട്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അയൽക്കാരൻ പ്രധാനമാണ്. നമ്മുടെ സ്വാസ്ഥ്യവുമായിട്ടത് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ മക്കളുടെ ഭാഷ പോലും അയൽക്കാരൻ്റെ വീട്ടിലെ ഭാഷയായി പലപ്പോഴും മാറാറുണ്ട്. പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ, സംസ്കാരങ്ങൾ, അതിലൊക്കെ അയൽക്കാരന് ചെറുതല്ലാത്ത ഒരു സ്വാധീനമുണ്ട്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽക്കാരന്റെ മഹത്വം ഒരിക്കൽ പറഞ്ഞ് അവിടുന്ന് പറയാണ്, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അയൽക്കാരനെ കുറിച്ച് എന്നോട് പറയാ, അവന്റെ മഹിമയെക്കുറിച്ച്, അവന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞപ്പോൾ ഹത്താ ലനന്തു, ഞാൻ കരുതിപ്പോയി, അന്നഹു സയുവരിസഹു, അയൽക്കാരന് അനന്തരം കൊടുക്കണം എന്ന് പറയുമോ എന്നെനിക്ക് തോന്നിപ്പോയി. മുത്തഫഖുൻ അലൈഹിയായ നിവേദനമാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട്. അയൽക്കാരന്റെ മഹാത്മ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിപ്പോയി, നീ മരിച്ചാൽ നിന്റെ സ്വത്തിൽ അയൽക്കാരന് പങ്കുണ്ട്, നിന്റെ സ്വത്തിൽ അവന് അനന്തരാവകാശം കൊടുക്കണം എന്നെങ്ങാനും ജിബ്രീൽ പറയുമോ എന്നെനിക്ക് തോന്നിപ്പോയി. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പ്രാധാന്യവും. പരിശുദ്ധ ഖുർആനിൽ ഓതി വെച്ച ആയത്തിലും പറയുന്നത് അതാണ്. പെരുമാറ്റ മര്യാദകൾ പറഞ്ഞു. മാതാപിതാക്കളോട് നന്മ, അനാഥകളോട്, കുടുംബത്തോട്, അഗതികളോട്, കുടുംബബന്ധമുള്ള അയൽക്കാരോടും കുടുംബബന്ധമില്ലാത്ത അയൽക്കാരോടും, വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. ഖുർആൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ജാർ എന്ന പദം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന, അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി ലാ യഅ്മൻ വല്ലാഹി ലാ യഅ്മൻ വല്ലാഹി ലാ യഅ്മൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ 3 തവണ ഒരേപോലെ ആവർത്തിച്ചു. അവൻ വിശ്വാസിയല്ല, അല്ലാഹുവാണ്. അവൻ വിശ്വാസിയല്ല, അല്ലാഹുവാണ്. ഖീല, അപ്പോ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാണ് അത് പറയുന്നത്? അപ്പൊ വന്നു, ഖാല അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതനല്ലാത്ത ഒരാൾ, അയാൾ വിശ്വാസിയല്ല. മുത്തഫഖുൻ അലൈഹിയാണത്. അയൽക്കാരൻ ചിലപ്പോൾ നമ്മൾ പേടിയാണെങ്കിലോ, മതിൽ കെട്ടുമ്പോൾ നമ്മൾ അടുത്ത പണി എന്താ ചെയ്യുക ആർക്കറിയാം? പാവത്തിനാകെ 3-4 സെന്റ് ഉണ്ടാവും. അത് കൂടെ നമ്മളെ മതിലെങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുമ്പോഴും തിരിച്ചു പറയാനൊരു ശക്തി പോലുമില്ലാത്ത ഒരു പാവത്തിന്റെ മനസ്സ്, അവന്റെ വേദന ആർക്കറിയാൻ? മർദ്ദിതന്റെ പ്രാർത്ഥന ഭയപ്പെട്ടോ? അവനും അല്ലാഹുവിനും ഇടയിൽ ഒരു മറയില്ലാതെ നേർക്ക് നേരെ അർശിലേക്ക് കയറിപ്പോകുന്ന അത്ഭുതമാണ്. അതുകൊണ്ടാണ് മൻ യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാണ് വിശ്വാസിയല്ല 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 എന്ന് അങ്ങ് 3 തവണ ആവർത്തിച്ചു പറഞ്ഞത്? അത് അയൽക്കാരൻ സുരക്ഷിതനാകാത്ത ഒരാളായി. അയൽക്കാരൻ സ്വസ്ഥത കിട്ടണം. അവന്റെ രഹസ്യങ്ങളിലേക്കും അവന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നമ്മളിങ്ങനെ അല്ലേ, ചില വീട്ടിൽ പോയാൽ തന്നെ ആൾക്കാർ പറയും, നിങ്ങൾ കുറച്ചും കൂടി മാറിയിരിക്കുന്നു, അയലോക്കക്കാരൻ കാണണ്ടെന്നാണ്. ബേജാറാണ്. കാരണം കണ്ടഞ്ഞി ഉണ്ടാകുന്ന ഗോസിപ്പുകൾ, ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ, കഥകൾ, ഇതൊക്കെ കൂടി സഹിക്കാൻ പ്രയാസപ്പെടും ചിലപ്പോൾ ചില ആളുകൾ. അതുകൊണ്ട് അത് ആ കടമയുടെ വിശാലത.
അയൽക്കാരൻ നമ്മളിൽ നിന്നും കിട്ടണം, നമ്മളങ്ങോട്ടും നമ്മളൊരു അയൽക്കാരനാകാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ മുഅ്മിനു, വിശ്വാസിയല്ല, അല്ലദീ യശ്ബഉ, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചവൻ, വജാറുഹു ജാഇഉ, അവന്റെ അയൽവാസി പട്ടിണി കിടന്നവനാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുന്നു, അവൻ വയറ് നിറച്ചുണ്ണുന്നു, അങ്ങനത്തെ ഒരാൾ വിശ്വാസിയല്ല. അപ്പൊ എന്താ അതിന്റെ ഒരു ഗൗരവം? ഉപദ്രവം മാത്രമല്ല, ചെയ്യേണ്ട ഉപകാരത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ ദബഹ്ത ശാത്തൻ, നീ ഒരു ആടിനറുത്താൽ ഫഅക്സിർ മറഖഹ, അതിന്റെ കറി വർദ്ധിപ്പിച്ചോ. അയൽക്കാരന് കൊടുക്കാൻ വേണ്ടിയാണ്. കറി ധാരാളം ഉണ്ടാക്കി നീ അയൽക്കാരന് കൊടുക്കുക. സ്വർഗമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ കിടക്കൂല. മൻ, ഒരാൾ, ലാ യഅ്മന ജാറുഹു ബവാഇഖഹു, അത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതനാകുന്ന കാലത്തോളം ഒരാൾ സ്വർഗത്തിൽ കിടക്കൂല. അപ്പൊ ആ വാക്കിന്റെ ആഴവും അതിന്റെ പരപ്പും എത്ര വലുതാണ്. നമ്മളുടെ അയൽക്കാരൻ നമ്മളെ കുറിച്ച് എന്താ പറയാറുള്ളത്? അതുകൊണ്ടല്ലേ ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുക, ഞാൻ നല്ല ആളാണോ ചീത്തയാളാണെന്ന്. ഒരു അസ്വസ്ഥത. അദ്ദേഹത്തിന് അതറിയണം, നബിയെ ഞാൻ നല്ലവനാണോ ചീത്തയാളാണോ. അപ്പൊ അതിന് വന്ന മറുപടി എന്താണെന്നറിയോ? അത് നിന്റെ അയൽക്കാരൻ പറയട്ടെ എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ അയൽക്കാരൻ നിന്നെ പറ്റി നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ. അവനെങ്ങാനും നിന്നെ പറ്റി പറഞ്ഞു, ഇദാ അഹ്സൻത അൻത മുഹ്സിൻ, അവൻ നല്ലത് പറഞ്ഞാൽ നീ നല്ലവനാണ്. അവനെങ്ങാനും നിന്നെപ്പറ്റി ചീത്ത ഒരു വാക്ക്, നീ നിന്റെ സ്വഭാവം ചീത്ത എന്ന് പറഞ്ഞാൽ അപ്പൊ നീ ചീത്തവനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ, ഒരു നാട്ടിൽ ജീവിക്കുമ്പോ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുകൂടി നമ്മുടെ ഒരു ചിന്ത. നമ്മളെ തക്കവെക്കണം നല്ലുണ്ട്. നമ്മൾ പറയും, ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ വേണ്ടിയല്ല, ഞാൻ ഭയങ്കര തക്കവയായിട്ട് പഠിച്ചവനായിട്ടുള്ള ഒരു ബന്ധമാണ്. അങ്ങനല്ല. മറ്റുള്ളവൻ എന്ത് കരുതും നമ്മളെ പറ്റി, അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു ചിത്രം എന്താണ്. നമ്മളിങ്ങനെ 100% തികഞ്ഞ ആളുകളാണെന്ന് കരുതി അങ്ങനെ പോകും. പക്ഷെ മറ്റുള്ളവൻ നമ്മളെ പറ്റി എന്ത് പറയും ഓർക്കേണ്ടതല്ലേ. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു സഹാബിയൊക്കെ വന്നു നബിയുടെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ചോദിക്കുക, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? അപ്പൊ ഉത്തരം, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ പടച്ചവൻ നിന്റെ റബ്ബാണ്, എന്നിട്ടും ആ റബ്ബിന് നീ പങ്കാളികളെ ഉണ്ടാക്കുന്നു. എല്ലാ പ്രാർത്ഥനയും എല്ലാ തേട്ടവും ഒക്കെ കൊടുക്കേണ്ടത് പടച്ചവനാണ്. അതിലപ്പുറം മറ്റൊരാളെ, വ്യക്തിയെ, ശക്തിയെ ഒക്കെ വരുമ്പോ അത് വലിയ പാതകമാണ്. ഒന്ന്. അപ്പൊ ഈ സ്വഹാബിയുടെ അടുത്ത ചോദ്യം, പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള പാപം ഏതാണ്? അപ്പൊ പറഞ്ഞു, അന്തഖതുല വലദക, നിന്റെ മകനെ നീ കൊന്നുകളയുക. തഖാഫു, നീ ഭയപ്പെട്ടിട്ട്, അൻ യത്അമ മഅക, നിന്നോടൊപ്പം അവൻ ഭക്ഷണം കഴിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് നീ കൊന്നുകളയുക. ഖുർആൻ പറഞ്ഞു വേറൊരു വാക്കുണ്ട്, ലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ആസൂത്രണമാണ്. കുടുംബത്തിലെ അംഗസംഖ്യയൊക്കെ ഞങ്ങൾ കുറച്ചു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത്. ഒക്കെ തോന്നല്ലേ, ഒറ്റ രാവ്, ഒറ്റ മിനിറ്റ് പോലെ, ഒരു രോഗം പോലെ ഒരു മനുഷ്യൻ തകർന്നു പോയില്ലേ, ഒരു കുടുംബം അസ്തമിച്ചു പോയില്ലേ. റബ്ബുൽ ഇസ്സത്തിന്റെ സംവിധാനം എത്രമേൽ മഹത്വവും അത്യത്ഭുതകരവുമാണ്. അതുകൊണ്ട് മക്കളെ കൊല്ലണ്ട. പഴയ കാലത്ത് പ്രത്യക്ഷമായ കൊലയാണെങ്കിൽ പുതിയ കാലത്ത് അതിന്റെ പുതിയ രൂപഭാവങ്ങൾ, ഭേദങ്ങൾ ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഈ സഹാബിയുടെ അടുത്ത ചോദ്യം, പിന്നെ ഏറ്റവും വലിയ പാതകം ഏതാണ് നബിയേ? ബുഖാരിയുടെ ഹദീസാണ്. അപ്പൊ പറഞ്ഞു, അൻതുസാനി ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. വലിയ പാപമായിട്ട് എണ്ണി പറയാം. അതിന്റെ വ്യാഖ്യാനം കാണാം.
10 വ്യഭിചാരത്തിന് സമമായ ശിക്ഷ എന്നൊക്കെ ചില വ്യാഖ്യാനങ്ങളിൽ അത് വായിച്ചു പോകുമ്പോൾ കാണും. കാരണം അയൽവാസി അവൾ തേടുന്നത് ഒരു സുരക്ഷയാണ്, ഒരു അഭിമാനമാണ്. നീ ഒരു രക്ഷകനാണ് അയൽവാക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത്ര കുടിലമായ, ഇത്ര നീചമായ വൃത്തി നീ അവരോട് നടത്തുമ്പോ റബ്ബ് വലിയ കോപായിട്ടത് എണ്ണാണ്. അന്തുസാനി ഹലീലത ജാരിക. അതീവ ഗൗരവത്തോടെ ഞാൻ പറഞ്ഞു വന്നത്, അയൽക്കാരന്റെ ഒരു മഹത്വത്തിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കടന്നു വരികയാണ്. നമ്മളവർക്ക് നൽകേണ്ട സുരക്ഷിതത്വം, നമ്മളവർക്ക് നൽകേണ്ട, നമ്മിൽ നിന്ന് കിട്ടേണ്ട കുറെ ഗുണങ്ങൾ, അത് വളരെ പ്രധാനമാണ്. സഅദ് ബിൻ നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യമാണ്. ജീവിതത്തിൽ ഒരാൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാൾ സൗഭാഗ്യവാൻ. ഒന്ന് അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല സഹധർമ്മിണി. അത് ജീവിതത്തിന്റെ ഒരു ഭാഗ്യമാണ്. നോക്കുമ്പോഴേക്ക് ആനന്ദിപ്പിച്ചു, കരുതുമ്പോഴേക്ക് അവൾ അത് ചെയ്ത് നിവർത്തിച്ചു കാണിച്ചു. നല്ല വാക്കുകൾ മാത്രം പറഞ്ഞു, സ്നേഹം പങ്കുവച്ചു. ഒരുപാട് ഗുണങ്ങളുള്ള അൽ മർഅത്തു സ്വാലിഹ, അത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം. വൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്. പറയുന്നൊരു കാലം ഓർക്കണം. ഒരു വീടിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അന്ന് 3 ഖബറിന്റെ വലുപ്പം, 3 ഖബറിന്റെ വലുപ്പം. ആയിഷ ബീവിയുടെ വീട്ടിലല്ലേ പാർത്തത്? അള്ളാഹിന്റെ റസൂല് പാർത്തത് അവിടെ. അവിടുന്ന് മരണപ്പെട്ടപ്പോ അവിടെ തന്നെ മറവ് ചെയ്തു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴും അവിടെ തന്നെ മറവ് ചെയ്തു. പിന്നെ ആയിഷ ബീവി പറഞ്ഞിരുന്നു, ഇനി അവിടെ ഒരു ഖബറിന്റെ സ്ഥലമുണ്ട് എന്റെ വീട്ടിൽ, അതെനിക്കുള്ള ഖബറാണ്. പക്ഷേ നിയോഗം മറ്റൊന്നാണ്. കുത്തേറ്റ് മെഹ്റാബിൽ കിടക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വന്നിട്ട് അന്വേഷിച്ചു, മകൻ, പാപ്പ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അവിടത്തെ ഖബറ് ഒരു സ്ഥലമുണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ, അവിടെ ഒരു ഖബറിന്റെ സ്ഥലമുണ്ട്, അതൊന്ന് മറവ് ചെയ്യ, അവിടെ ഒന്ന് മറവ് ചെയ്യാൻ എന്റെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. കുടൽമാല പുറത്ത് ചാടിക്കിടക്കുന്ന ഹസ്രത്തില യഖാഫു ഫില്ലാഹി ലൗമത ലായിം, ഒരാക്ഷേപകനെയും അല്ലാഹുവിന്റെ കാര്യത്തിൽ ഭയപ്പെടാത്ത, കിസ്റയുടെയും കൈസറിന്റെയും നെടുങ്കോട്ടകളെ കിടിലം കൊള്ളിപ്പിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊല്ലാൻ തെരഞ്ഞെടുത്ത നേരം അത് നിസ്കാരമാണ്. സുബ്ഹയുടെ ജമാഅത്തിന് കൈകെട്ടുന്ന മനുഷ്യന്റെ മാർവിടത്തിലേക്ക് തന്നെ അക്രമി ഉന്നം തെറ്റാതെ ഇരുളിന്റെ മറവിലിരുന്ന് കുത്തി. അങ്ങനല്ലാതെ കിട്ടൂലായി അദ്ദേഹത്തെ. അപ്പോഴാണ് ഈ സംഭവമൊക്കെ. അവസാനം അവിടെ ഖബർ. ആയിഷ ബീവി സമ്മതിച്ചു, എനിക്കിഷ്ടമായിരുന്നു, ഞാൻ അവിടെ കിടക്കണം എന്ന് കരുതിയതാണ്. എൻ്റെ ബാപ്പയുടെ അടുത്ത്, എൻ്റെ പ്രിയങ്കരനായ എൻ്റെ റസൂലുള്ളാഹിന്റെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്. പക്ഷേ ചോദിച്ചൊരു നിർണായക നേരണ്ടല്ലോ, അപ്പൊ ഇളകിപ്പോവും. പറ്റൂല എന്ന് പറയാൻ കഴിഞ്ഞില്ല എനിക്ക്. അങ്ങനെ ഞാൻ അനുവദിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ ആയി. അതോടുകൂടി ആ വീടിന്റെ സ്ഥലം തീർന്നു എന്നാണ്. ആ കാലത്താ പറയുന്നത് വൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീടും ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമാണ്. വൽ ജാറു സ്വാലിഹോ, നല്ലവനായ ഒരു അയൽക്കാരനും ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യമാണ്. വൽ മർകബുൽ ഹനീഹ്, ശാന്തമായ ഒരു വാഹനവും, നല്ല ഒരു വാഹനവും. ഇതൊക്കെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. സഅദ് ബിൻ നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ നബി അത് പറയുന്നത് ഞാൻ കേട്ടു. അതിലെ ഒരു സംഗതി വൽ ജാറു സ്വാലിഹ് എന്നാണ്, നല്ല ഒരു അയൽക്കാരൻ എന്നാണ്. അതുകൊണ്ടാണ് വീട് വിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു നിയമമാണ്, നമുക്ക് എത്ര പാലിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞൂടാ. തൻ്റെ അയൽക്കാരനോട് ആദ്യം വിവരം പറയണമെന്ന്. ഞാൻ ഇതിങ്ങനെ വിൽക്കുകയാണ്, എനിക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് ആൾക്കൊരു ചാൻസ് കൊടുക്കണം എന്നാണ്. അങ്ങനെ അയാൾ വേണ്ടായിരുന്ന നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം, അതാണ് അതിൻ്റെ നിയമം. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് അല്ലേ, അവിടെ അങ്ങനെ അളക്കണത് കാണുകയാണ്. അതിപ്പോൾ എന്ത്, അപ്പൊ റേഷൊക്കെ കഴിഞ്ഞു, അളവ് പിന്നെ ആക്കിയെന്നൊക്കെ എത്ര ലാഘവത്തോടു കൂടി പറയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം.
നിങ്ങൾ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലം വെക്കുമ്പോൾ അയൽക്കാരനോട് നിങ്ങൾ ആ വിവരം ആദ്യം പറയുക എന്നുള്ളത് അവനോടുള്ള കടപ്പാടിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൂടി നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് എത്രമേൽ അത്ഭുതകരമാണ്. പലപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ പെടാറില്ല എന്നുള്ളത്. പറഞ്ഞു വന്നത് അത്രമേൽ പ്രാധാന്യം, അത്രമേൽ മഹത്വം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും നബിയെ കണ്ടപ്പോ നബിയുടെ ചുറ്റും കൂടി. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, മൻ ഹൗലാ മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ആരാണത് എന്നിൽ നിന്ന് ശരിയാവണ്ണം ഹൃദ്യസ്ഥമാക്കുക, അതെന്നിട്ട് ആളുകളോട് പോയി പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ ഖുൽതു അന യാ റസൂലല്ലാഹ്, ഞാനത് ചെയ്യാം നബിയേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ അവിടുന്ന് പറയാൻ തുടങ്ങി, ഇത്തഖി അൽ മഹാരിം വർള ബിമാ ഖസമല്ലാഹു ലിന്നാസ് വഅഹ്സിൻ ഇലാ ജാരിക വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക വലാ തുക്സിർ അല്ലഹക ഫഇന്ന കസറത അല്ലഹക തുമീതുൽ ഖൽബ്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഇത്തഖി അൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കുക. വർള ബിമാ ഖസമല്ലാഹു ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹു വീതിച്ചു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇത് അല്ലാഹ് എത്ര വിധിച്ചത്, അത് തൃപ്തിപ്പെടുക. അതിലൊരു നിരാശ വേണ്ട. നല്ലൊരു ജോലിയായിരുന്നു, പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു, അതോടുകൂടിയാണ് തകരണ്ട. ഇതെനിക്ക് അല്ലാഹ് വിധിച്ചത് ഇതാണ്. ഇതിൽ അല്ലാഹ് നമ്മൾ കാണാത്തൊരു ഖൈർ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ അവിടെ കരുതേണ്ടതുള്ളൂ. നീ തൃപ്തിപ്പെടുക. പടച്ചവൻ ജനങ്ങൾക്ക് വിധിച്ചത് കൊണ്ട് ജനങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുക. മൂന്നാമത് പറഞ്ഞത് വഅസ്സിന്നില ജാരിക, നിന്റെ അയൽവാസിയോട് നീ നല്ല പോലെ പെരുമാറുക, നന്മ ചെയ്യുക. നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ സഹോദരനും ഉണ്ടാവണം എന്ന് നീ ഇഷ്ടപ്പെടുക. അതൊരു വലിയ അതൊരു വിശാല മനസ്സിനെ അത് കഴിയുള്ളൂ. എനിക്ക് കിട്ടിയതൊക്കെ എൻ്റെ സഹോദരന് കിട്ടട്ടെ, അങ്ങനെ തോന്നണ്ട. അതിന്റെ നേരെ വിപരീതമാണ് അസൂയ. തൻ്റെ സഹോദരന് കിട്ടിയ നന്മകൾ നീങ്ങിപ്പോകാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നതിന്റെ പേരാണ് അൽ ഹസദ്, അസൂയ. അതൊരു ക്രൂര മനസ്സിന്റെ ഉടമക്ക് പറ്റിയ ഏർപ്പാടാണത്. രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കിതാബുകളിലൊക്കെ എണ്ണുന്ന ഒരു സംഗതിയാണ് ഹസദ്. നിഫാഖിന്റെ തൊട്ടടുത്ത് പറയുന്നതാണ് ഹസദ്, അതാണ് അസൂയ. അതിന് നേരെ വിപരീതമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സ് ഇങ്ങനെ ആകണമെന്ന, തനിക്കല്ല തന്നത് എന്തൊക്കെയോ അത് തന്റെ സഹോദരനും അല്ലെങ്കിൽ അത് മറ്റുള്ളവനും കിട്ടണം എന്ന് നീ ഇഷ്ടപ്പെടണം. അഞ്ചാമത് പറഞ്ഞത്, നീ അമിതമായി ചിരിക്കരുത്. കാരണം അമിതമായി പൊട്ടിച്ചിരിക്കുമ്പോൾ അത് തുമീത്തുൽ ഖൽബ്, അത് നിന്റെ ഹൃദയത്തെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ഭക്തി നഷ്ടപ്പെടുന്ന അർത്ഥം. വെറും ചെറിയും വെറും കളിയും വെറും ഹാപ്പി. ഇപ്പൊ പുതിയ ഒരു കാലം അങ്ങനെയാണ്, എൻജോയ്മെന്റ് മാത്രം, അതിൽ വേറൊന്നുമില്ല. എപ്പോഴും ആഹ്ലാദം, അതിന് പറ്റുന്ന യൂട്യൂബ് ചാനലുകൾ, അതിന് പറ്റുന്ന വീഡിയോകൾ, അതിന് പറ്റുന്ന റീൽസുകൾ, അങ്ങനെ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ. പുതിയ തലമുറയ്ക്ക് അത് വല്ലാതെ പിടികൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യം. അവർക്കറിയാം അതിന്റെ സൈറ്റുകളെ എന്നാണ്, മറ്റൊന്നുമല്ല. അങ്ങനെ വെറും ഹാപ്പി, കുറെ നൃത്തം, കുറെ ഡാൻസ്, അങ്ങനെ പോവുകയാണ്. അത് ശ്രദ്ധിക്കണം, ഹൃദയം മരിച്ചു പോകും. ചിലപ്പോൾ ആലോചിക്കേണ്ടത് ആലോചിക്കാൻ കഴിഞ്ഞോളന്നില്ല. വലാ തുക്സിർ അല്ലഹക ഫഇന്ന കസറത അല്ലഹക തുമീതുൽ ഖൽബ്. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്. അപ്പൊ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയണം. അതുകൊണ്ട് അയൽക്കാരനോട് മാന്യമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ അയൽക്കാരൻ നമ്മളെക്കുറിച്ച് അല്ലേ
അറബിയിലൊരു പഴമൊഴി കാണാം, അൽ അൽ ജാറ കബിലദ്ദാർന്ന, വീട് വെക്കണതിന് മുമ്പ് അയാൾക്ക് അയലൊക്കെ ഒന്ന് നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം വീട് വെക്കുകയാണ്. അപ്പൊ അന്നത്തെ മാർക്കറ്റ് റേറ്റ് 1000 ദീനാറാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു 2000 ദീനാർ വേണം, എന്നാലേ കൊടുക്കുള്ളൂ. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇവിടെ 1000 ദീനാറല്ലേ ഉള്ളൂ ഇതിന്, പിന്നെ എങ്ങനെയാ 2000 ദീനാർ? അപ്പൊ പറഞ്ഞൊരു മറുപടി, 1000 വീടിനാണ്, മറ്റേ 1000 എൻ്റെ അയൽക്കാരൻ്റെ വിലയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസം കാരണം മുഖ്യമാണ്. പക്ഷെ എൻ്റെ ഈ നാട് നല്ല നാട്, എൻ്റെ അയൽക്കാർ നല്ല അയൽക്കാർ, അതിനാണ് അടുത്ത വിലട്ടത്. ഇത്ര ഒരു സുരക്ഷിതമായി, ഇത്ര ഒരു സ്വസ്ഥതയോടെ, ഇത്ര ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയൊരു ഇടപാടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് 1000 കൂടി കൂട്ടിപ്പറഞ്ഞത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സത്യത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മൾ എന്ത് എന്നുള്ള ഒരു ചിന്ത വളരെ പ്രധാനമാണ്. ആ രീതിയിൽ നമ്മളെ സ്വഭാവം സംസ്കരിക്കപ്പെടണം. ആ രീതിയിൽ അയൽക്കാർക്ക് കൊടുക്കേണ്ട മര്യാദകൾ, ആദരവുകൾ അത് നൽകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ സ്വഭാവ സവിശേഷമായ സംസ്കാരം നമുക്കുണ്ടായിത്തീരണം. റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.